സ്നേഹമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് സൈക്കാട്രി. ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉദ്ധിത, ദൈവമേ, രക്ഷക, സമാധാനമേ. അതായത് സൈക്കാട്രി ഒരിക്കലും ഒരു മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാത്രം നിങ്ങൾ കാണരുത്. ആത്മീയമായിട്ടും ബുദ്ധിപരമായിട്ടും മാനസികപരമായിട്ടും ഒരു മനുഷ്യനെ പക്വതയിലേക്ക് വളർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് സൈക്കാട്രി. അതായത് നന്നായിട്ട് ബുദ്ധിയുണ്ട്, ഒത്തിരി അറിവുണ്ട്, ഒത്തിരി ആത്മീയതയുണ്ടെങ്കിലും മാനസിക നില തെറ്റിയാൽ എന്തു ഗുണമാണ് അതുകൊണ്ടുണ്ടാകുന്നത്? അതുപോലെ തന്നെ സൈക്കാട്രി എന്ന് പറയുമ്പോൾ പരസ്പരമുള്ള എനർജി ബന്ധങ്ങളിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആനയ്ക്ക് ഉറുമ്പുമായിട്ട് എനർജി ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശക്തി തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് പക്വത അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ കാര്യം എന്തൊരവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഉയർന്ന തലത്തിലുള്ളൊരു മാനസിക ചിന്തയുള്ള വ്യക്തിക്ക് വളരെ കുറഞ്ഞ തലത്തിൽ മാനസിക ചിന്തയുള്ള വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ മാനസിക ബന്ധം കുറഞ്ഞുള്ള വ്യക്തിയുടെ അവസ്ഥ ഒരു സൈക്കോസിസിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും ആഴമുള്ള ഒരു കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുവാൻ കൂടുതൽ HP ഉള്ള മോട്ടോർ വേണം, അല്ലെങ്കിൽ മോട്ടർ ആവശ്യമാണ്. എന്നാൽ കുറച്ചുള്ള HP ആയിട്ട് ബന്ധപ്പെട്ടാലോ ഒരിക്കലും വെള്ളം പുറത്തോട്ട് അടിച്ചു കയറ്റാൻ പറ്റുകയില്ല. എന്ന് പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ്റെ ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും വിദ്യാഭ്യാസ തലത്തിലും സൈക്കാട്രി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ആത്മീയമായി ഒരു മനുഷ്യനെ വളർത്തുന്നതിൽ സിദ്ധമണ്ഡലം, ബ്രഹ്മമണ്ഡലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രീ ബുദ്ധൻ, ശ്രീ ശങ്കരാചാര്യർ, സദനങ്ങൾ നിറഞ്ഞു നിന്ന വിശുദ്ധ അമ്മത്രേസ്യ, ഇവരെല്ലാം ആത്മീയ പക്വതയിൽ വളർത്തുവാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചതാണ് സൈക്കാട്രി. അതിനാൽ സൈക്കാട്രിയെ നിങ്ങൾ ഒരു ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന വിഭാഗമായിട്ടോ മാനസിക രോഗങ്ങളെ ചികിത്സിക്കുന്ന വിഭാഗമായിട്ടോ മാത്രം കാണരുത്. ഇന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നല്ല തരത്തിലുള്ളൊരു മാനസിക തലത്തിലൂടെ മനുഷ്യനായിട്ട് വളർന്നു വരുവാനും ആത്മീയ പക്വതയിലേക്ക് മനസ്സിൻ്റെ വേറെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുവാനും നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സൈക്കാട്രി. ഞാൻ നേഴ്സിങ്ങിന് ശേഷം സൈക്കാട്രി ജോലി ചെയ്തു 8 മാസത്തോളം. അതോടൊപ്പം തന്നെ ECT, ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പിയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ എല്ലാവരും നല്ല മാനസിക നിലയുള്ള സൗണ്ട് മൈൻഡിൻ്റെ സൗണ്ട് ബോഡി, നല്ല മനസ്സുള്ളവരായി വളരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോട് ഞാൻ